കുടിയേഷ്. ഓ കുടിയേഷ് കുടിയേഷ്. ഒന്നുകൂടി എടുക്കട്ടെ? ഒന്നല്ല 9 എണ്ണം വേണ്ടി വരും. അത് ചിമ്പൻസിയായ നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വേണ്ട. പിന്നെ ഓ ഒന്നും അറിയാത്തൊരു പാവ എന്റെ മാർട്ടീനെ. എടാ നീ എന്റെ കത്തീനെ വിളിക്കടാ. പറവൂരുകാരനായ ഞാൻ വീട്ടിൽ പോവാതെ പണിയെടുക്കണ കാശ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് തരണത് തന്നെ എന്റെ കത്രീനെ ഓർത്തിട്ടാ. നീ കത്രീനെ വിളിക്കടാ. ഇത് പൂവൻകോഴിയുടെ മുട്ടയാണ് ഇത്ര ചെറുത്. ഇത് പിടക്കോഴിയുടെ മുട്ടയാ. അപ്പൊ പൂവൻകോഴിയുടെ മുട്ടയ്ക്ക് അല്പം നീളം കൂടുവല്ലേ? എന്നെ പോലെ തടിച്ചുരുണ്ട മുട്ട പെടമുട്ട, നിന്നെ പോലെ മെലിഞ്ഞ് നീണ്ട മുട്ട പൂവൻ. അതെ, കുടിക്കാൻ വന്ന മര്യാദക്ക്, അതായത് ഡീസന്റ് ആയിട്ട് കുടിച്ചിട്ട് പോണം. അതായത് ഞങ്ങളെ പോലെ അല്ലേ കത്രീനാമ്മേ? 100 മാർക്ക്. അതെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മാർക്ക് 0 ആയിരുന്നു. കത്രീരാമ്മയുടെ കുടിപ്പള്ളിയിൽ വന്ന പിന്നെ ആദ്യമായി 100 മാർക്ക് കിട്ടിയത്. മതി. ആദിയിൽ അഖിലേഷൻ നരനെ സൃഷ്ടിച്ചു. നരനെ നരകത്തിലാക്കാൻ നാരിയെ സൃഷ്ടിച്ചു. ദാ നിൽക്കുന്നു നരകപിശാചായ നാരി. ജോസഫിന് ആവശ്യത്തിനായി. ഇനി പോവാൻ നോക്ക്. സ്ത്രീയിൽ നിന്നും ദുഷ്ടത അരിച്ചിറങ്ങുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തെ അങ്ങനെ പലതും തോന്നും. പോവാൻ നോക്ക്. ദൈവദാസനായ ജോസഫിനെ പരീക്ഷിക്കാൻ നിൽക്കാതെ സാത്താനെ നീ ദൂരെ പോ. എടുത്തു പുറത്ത് കളയും. ക്രിസ്തുവിന്റെ വരവായി സാത്താൻ അവന്റെ സർവശക്തിയോട് ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സമ്മതിക്കത്തില്ല. പോടാ, എന്നെ വിട്. അവളെ തട്ടും. തല വേണ്ട, തല വേണ്ട. കടിക്കുന്ന പട്ടിക്ക് തല വേണ്ട. തലയില്ലെങ്കിൽ മുഖ സൗന്ദര്യം ഇത്തിരി കുറയും. ഇല്ലേടാ മാട്ടിനെ? അതെ അതെ ശരിയാ. നീ പൊയ്ക്കോ. രാവിലെ പണിക്ക് പോയി ഇതിയാന്റെ ഒരു വരവ് കണ്ടോ? എങ്ങനെയാ ഈ കോലത്തിലായത്? ക്വസ്റ്റ്യൻ ചെയ്യാണ്. കരിങ്കല്ലിനോട് മല്ലടിച്ച് കുടുംബം പോറ്റുന്ന മര്യാദക്കാരൻ ജോസഫിനോട് ക്വസ്റ്റ്യൻ ചെയ്യാണോ? അമ്മച്ചി ചോദിച്ചാണോ ഇപ്പൊ കുറ്റായേ? വീണ്ടും ക്വസ്റ്റ്യൻ. എന്താ അപ്പച്ച ഇത്? ഇനി ഒരിക്കലും കുടിക്കില്ലെന്ന് ഇന്നലെ എന്നോട് സത്യം ചെയ്തതല്ലേ? ഇങ്ങനെ ചോദ്യശരം എഴുത് എന്നെ ഈ രണഭൂമിയിൽ വീഴിക്കാൻ നോക്കാതെ പിടിച്ചിരുത്താൻ നോക്ക് മക്കളെ. എന്റെ ഈശോയെ, എന്തൊരു ഒഴുക്കാണിത്. തുഴയും തോറും പറകോട്ട്. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മാർട്ടിനെയും കൂട്ടി വീട്ടിൽ വരരുതെന്ന്? അതിനവൻ കുടുംബത്തിൽ കേറിയില്ലല്ലോ. അവന്റെ ഒരു നിൽപ്പും നോട്ടും കാണുമ്പം അവൻ എന്നെ സഹായിക്കാൻ വന്നതല്ലേ. പണിക്ക് പോകാതെ ഇങ്ങനെ കുടിച്ചിരുന്നോ? കെട്ടിക്കാനായിട്ട് പെമ്മക്കളുള്ളതാ. വീടിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞ എത്ര വലിയ വീട് വേണ്ടാന്ന്. ജെസി, നീ കോളേജിൽ പോവാൻ നോക്കിച്ചല്ലേ? ശരി. നീ വെക്കോ, നീയും വെക്കോ. ഞാൻ പോവാ. മിസ്റ്റർ തമ്പാൻ, ഇരിക്കൂ. നിങ്ങളെപ്പോലൊരു പൊളിറ്റീഷ്യൻ ഒരിക്കലും എന്നെ കണ്ട് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണമെന്നില്ല. ഒരു കസേര കിട്ടിയാൽ അതിൽ നിന്ന് എഴുന്നേൽക്കാത്തവരാണ് ഞങ്ങളെങ്കിലും നിങ്ങളുടെ ഈ വരവ് കണ്ടാൽ ആരും എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാ ഈ പ്രായത്തിലും ഞങ്ങൾ എഴുന്നേറ്റ് പോയത്. വാസ്തവം വാസ്തവം. വേണ്ട വേണ്ട, രാവിലെ സോപ്പിട്ടോ. പക്ഷെ പതപ്പിക്കൊന്നും വേണ്ട. പതപ്പിച്ചതല്ല കത്രീനാമേ, പതയടിക്കാനും അല്ല. പിന്നെ ടൗണിന്റെ ഹൃദയഭാഗത്ത് പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയോടൊപ്പം സകല മന്ത്രിമാരും എത്തുന്നു. ആട് കൂടോടേന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട്. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. വന്നാ പ്രതിപക്ഷം ഇട്ടേച്ച് പോവും. ഭരണപക്ഷം കോമഡി രൂപത്തിൽ പൊളിച്ച തെറിയ വെച്ച് കാച്ചും. അതുകൊണ്ട് നമുക്കിതൊന്ന് ജഗ പുകയാക്കണം. ആക്കാമല്ലോ. ഭരണം നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. ആട്ടെ,
ഞാൻ എന്താ വേണ്ടത്? കൊടുക്കുന്നവരോടല്ലേ ചോദിക്കാൻ പറ്റൂ. ആ അതെ, ഒരു 25,000 രൂപ. അത് ഇത്തിരി കൂടുതലല്ലേ? ഇവര് ചെയ്യുന്ന ഉപകാരം അനുസരിച്ച് 25 ഒന്നുമല്ല. നനയുന്നിടം തന്നെയുള്ള ഈ കുഴിക്കല് കൊള്ളാം. ആയിക്കോട്ടെ, നേതാക്കന്മാർക്ക് എഴുന്നള്ളാൻ ഞാനായിട്ട് കുറവ് വരുത്തിയെന്ന് പറയണ്ട. മാനേജറുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചോ, ഞാൻ പറഞ്ഞോളാം. പരസഹായമേ പുണ്യം. ഈ പരസഹായ മനസ്സാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. ആ പിന്നെ ആ പാറമടയോട് ചേർന്നുള്ള മാത്തച്ഛന്റെ ഷാപ്പില് സ്പിരിറ്റ് ചേർത്ത കള്ളാ കൊടുക്കുന്നെന്ന് പറഞ്ഞ് ഷാപ്പ് പൂട്ടിക്കാൻ കുറെ ജനസേവകർ ഇറങ്ങിയിട്ടുണ്ട്. ജനദ്രോഹികള്. കുടിക്കുന്നവന് ഇത്തിരി സ്പിരിറ്റ് കിട്ടാനല്ലേ കുടിക്കുന്നത് തന്നെ. അത് ഈ മദ്യവിരുദ്ധ സമിതിക്കാർക്ക് അറിയാമോ? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, പൊതുജനം ഞങ്ങളുടെ കൂടെയാ. അതുകൊണ്ട് കത്രീനാമയും മാത്തച്ചായനെയും ഒരുത്തനെയും പേടിക്കണ്ട. പേടിക്കില്ല. എനിക്കൊരു നായിന്റെ മൂലം പേടിക്കേണ്ട ആവശ്യമില്ല. വരുന്നവന് ആവശ്യത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. തന്നെയുമല്ല, യാതൊരു കലപ്പുമില്ലാത്ത ഒറിജിനൽ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇച്ചായ, എടാ കോത്തായത്തുകാരാ, സർക്കാരിന് കിട്ടുന്നതിന്റെ ഇരട്ടി തുക പല ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. എന്നാലും ചിലപ്പോ തിരിഞ്ഞു കൊത്തിയെന്ന് വരും. നായരമ്പലംകാരൻ നസ്രാണിയായി മാത്തച്ഛൻ എന്നെ തിരിഞ്ഞു കൊത്തിയ വിഷം കേറത്തില്ല. ഡാഡി രാവിലെ തന്നെ നല്ല മൂഡിലാണല്ലോ. എന്താ വിശേഷം? അമേരിക്കൻ പ്രസിഡന്റിന്റെ മോളെ നിനക്ക് കല്യാണം ആലോചിക്കുക. എന്താ? അതെയോ? ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറയുന്നില്ല. ഡാഡിക്ക് പൈൽസിന്റെ അസുഖമുള്ള കാര്യം വെറുതെ നാട്ടുകാരെ എന്തിനാ അറിയിക്കണേ? ഞാൻ പോണു. നീ എങ്ങോട്ടാ? കോളേജിലേക്കോ ക്ലബിലേക്കോ? ഷാപ്പിലേക്ക്. എന്തേ? ഇതുപോലെ 4 ജന്മം ഉണ്ടായ തന്തമാരുടെ തല പിന്നെ കാണുകയല്ല. ഹായ്. മാത്തച്ഛൻ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അതെയോ? സാറിന് കത്തിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് ഓ. പല പ്രാവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചതാ. ഇപ്പോഴാ സമയം ഒത്തുവന്നത്. അതെ, അതാ പറയുന്നത്, എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ടത്. ആ സമയം ഇപ്പോഴാണ് ഒത്തുവന്നത്. ആ അതെയോ? ആ ഞാനിതാ വരുന്നു. സോറി, എനിക്ക് അത്യാവശ്യമായിട്ട് എക്സൈസ് ഓഫീസർ ഒന്ന് പോണം. നിങ്ങൾ സംസാരിച്ചിരിക്കേ. എന്നും ഇങ്ങനെ മാത്തച്ഛന് വന്ന ഉടനെ പോണം. പൊയ്ക്കോ, ഞങ്ങൾക്കൊരു വിരോധമില്ല അല്ലേ സാറേ? അതെയോ? അല്ല, മാത്തച്ഛൻ പോയിക്കോളൂ. ആയിക്കോ, ഞാൻ പോവാണേ. സാറേ വന്നേ. സാറേ ഇരിക്കേ. താങ്ക് യു. നല്ലൊരു മനുഷ്യനാ മാത്തച്ഛൻ. മറ്റുള്ളവരുടെ സുഖത്തില് ഒരിക്കലും അസൂയപ്പെടാത്ത ആളാ. അതെ, എനിക്കറിയാം. മാത്തച്ഛൻ കത്രീനെ കുറിച്ച് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. Cheers. Cheers. വളരെ കാലമായിട്ട് എന്റെ ഉള്ളിലുള്ള ഒരു മോഹമാണ് ഇവിടെ വരാനും കത്രീനെ ഒന്ന് പരിചയപ്പെടാനും. വരൂ. ജെസ്സി, ഒരു കാര്യം പറയട്ടെ. എന്താ രാവിലെ തുടങ്ങിയ കറക്കം? കറക്കം മാത്രല്ല, ഇനിയിപ്പോ കറക്കം ചുറ്റിലും കൂടിയായി. എന്താ പറ്റിയേ? ആ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി അസാധ്യമാണ്. അതുകൊണ്ട് ഞാനൊന്ന് വളച്ചു കെട്ടി വിശദമായി പറയാം. വേണ്ട, ആ വായ തുറന്ന ഒരൊറ്റ ഡയലോഗ് പുറത്തു വിട്ടേക്കരുത്. ജെസ്സി, ഞാൻ പറയാം. കോളേജ് ആർട്സ് ക്ലബ് ഇനാഗ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നടത്താനിരുന്ന നാടകത്തിലെ നായിക ചിക്കൻ ബോക്സ് അടിച്ച് കിടപ്പായി. അതിന് ഞാനെന്ത് ചെയ്യാനാ? ജെസ്സി വിചാരിച്ച ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ പറ്റും. എങ്ങനെ? ജെസ്സിയുടെ ചേച്ചി നന്നായി അഭിനയിക്കുന്ന കക്ഷിയല്ലേ? പള്ളിയിൽ നടത്തിയ നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നല്ലോ ജെസ്സിയുടെ ചേച്ചി. അതേ നാടകം തന്നെ ഇവരും നടത്തുന്നത്. നമ്മുടെ നാടകത്തിൽ പുള്ളിക്കാരിയെ കൊണ്ട് അഭിനയിപ്പിക്കണം. എന്നാ ഞങ്ങള് വരട്ടെ? അയ്യടാ,
ഇങ്ങനെ നടക്കാത്ത കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വരണ്ട. നടക്കും, ഞങ്ങൾ ഒന്ന് സംസാരിക്കും. ജെസ്സി ഞങ്ങൾക്കിട്ട് പാരമണിയാതിരുന്നാ മതി, അല്ലടാ? ജോണി, ചേച്ചി ഒരു പ്രത്യേക ക്യാരക്ടറാ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ഇത് നടക്കണമെങ്കിൽ കഠിന ശ്രമം തന്നെ വേണ്ടിവരും. ആയിക്കോളൂ. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുന്ന വണ്ണം ദീർഘങ്ങളാം കൈകളെത്തുന്ന മനുഷ്യനെ പാരിൽ അയച്ചത് ഈശ്വരൻ. അപ്പോ ഓഫീസർ തൃപ്തിയായ പോയതല്ലേ? ഇനിയും വരുമെന്ന് പറഞ്ഞ പോയത്. ആ, ഇനി നമുക്കൊന്ന് മെരുക്കിയെടുക്കേണ്ടത് ആ പുതിയ എക്സൈസ് കമ്മീഷണറെയാ. അതിനുള്ള തുരുപ്പ് എന്റെ കയ്യിലുണ്ട്. അതെന്താ? ആ, ഞാനൊരാളെ പരിചയപ്പെടുത്താം. മാത്തച്ഛൻ പറയണം ആളെങ്ങനെയുണ്ടെന്ന്. സിന്ധു, എന്താ സിന്ധു? ഞാൻ പറഞ്ഞില്ലേ, ഇതാ മാത്തച്ഛൻ. സ്നേഹിച്ച അച്ഛൻ എന്തും തരും, വെറുത്ത അതുപോലെ തന്നെ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. വെറുക്കാൻ ഇപ്പൊ എന്തിരിക്കുന്നു അല്ലേ സിന്ധു? ഇവളെന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൊടുത്താ മതി അച്ചായൻ. ആ, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എക്സൈസ് കമ്മീഷൻ ഇങ്ങോട്ട് വരില്ല എന്ന് വിചാരിച്ച് അയാളൊരു പച്ചക്കറിയാണെന്ന് ധരിക്കരുത്. എല്ലാത്തിനും ആഗ്രഹവും കൊതിയും ഉണ്ട്. ചക്കരക്കുടവുമായി നമ്മളങ്ങ് ചെന്നാ മതി. എവിടെ? സിറ്റിയിലുള്ള സ്റ്റാർ ഹോട്ടൽ വിജയശാന്തി ഇന്റർനാഷണൽ, റൂം നമ്പർ 401. പോകാലോ. മാത്തച്ഛൻ എന്താ പറഞ്ഞയച്ചിരിക്കുന്നത്? പറഞ്ഞയച്ചിരിക്കുന്നത് അത് പിന്നെ ചക്രക്കുടമായിട്ട് ഇങ്ങോട്ട് വരാൻ. ചക്കരക്കുടം? യെസ്, ചക്രക്കുടം. ജോണിയായിട്ടുള്ള അടുപ്പം അത്ര നന്നല്ലെന്നാ എന്റെ കൂട്ടുകാരികളൊക്കെ പറയുന്നത്. ജെസ്സിക്ക് എന്ത് തോന്നുന്നു? അതിപ്പോ എനിക്കൊന്നും അറിയില്ല. എനിക്കറിയാം, ഞാനുമായിട്ടുള്ള അടുപ്പം നിനക്കെന്നല്ല, ഒരു പെൺകുട്ടിക്ക് നല്ലതല്ല. കാരണം ഞാനൊരു നല്ലവനും ശുദ്ധനോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തും തുറന്നു പറയും, തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഡാഡിയുടെ സ്വഭാവ. മാത്തച്ഛൻ മുതലാളി, ഇനിയിപ്പൊ എന്നാ പറഞ്ഞാലും ശരി, കല്ലുവാതുക്കലുള്ള ഷാപ്പ് നിർത്തണം. എടോ മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ്, താനൊന്ന് മനസ്സിലാക്കണം. ലക്ഷങ്ങൾ നികുതി അടച്ചും കോടികൾ വലിച്ചെറിഞ്ഞിട്ടുവാ ഞാൻ ഈ റേഞ്ച് പിടിച്ചിരിക്കുന്നത്. കുടിക്കാൻ ഇഷ്ടമില്ലാത്തവൻ കുടിക്കണ്ട. ഞാൻ ആരുടെയും വായിൽ ഒഴിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇവർക്കത് മനസ്സിലാകണമെങ്കിൽ മദ്യത്തിന്റെ രുചി അറിയണം. അതെ, കത്രീനാമ പറഞ്ഞത് പച്ച പരമാർത്ഥ. കല്ലുവാതുക്കൽ പാറമടയിൽ പണിയെടുക്കുന്ന പട്ടിണിപ്പാവങ്ങള് കരിങ്കല്ല് പൊട്ടിച്ചു കിട്ടുന്നതായ സംഖ്യ ദേ ഈ സ്ത്രീയുടെ മുന്നിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുക. ആ പാവങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കേണ്ട ബാധ്യത ഇവിടത്തെ പൗരന്മാരായ ഞങ്ങൾക്കുണ്ട്. ഓ, എന്തൊരു പൗരബോധം! താൻ ആരാ? നരസിംഹ അവതാരം എടുത്ത ശ്രീഹരി വിഷ്ണു ഒന്നല്ലല്ലോ. എടോ സാറേ, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അത്താണിയാണ് കല്ലുവാതുക്കൽ കത്രീനാമ നടത്തി വരുന്ന ആ ഷാപ്പ്. താനിതുവരെ അവിടെ പോയിട്ടില്ലല്ലോ. ഒരിക്കലെങ്കിലും താൻ അവിടം വരെ ഒന്ന് പോണം. കാര്യങ്ങൾ കണ്ട് വിശദമായിട്ട് പഠിക്കണം. എന്നിട്ട് തീരുമാനിക്കാൻ ഷാപ്പ് പൊളിക്കണോ വേണ്ടയോ എന്ന്. കേട്ടോടോ കോപ്പില നേതാവ്. മുതലാളി, ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചാലുണ്ടല്ലോ, ഓർത്തോ. പാടോ, നമുക്ക് പോവാം. ആരുടെ ഇവൻ? ഓൻ തോടിയല്ലേ ഇവിടം വരെയാ? ഏറിയ വേലി വരെ. ഈ ഞാറ്റുവാല ഒന്ന് ഒതുക്കണല്ലോ മണിയെ. ഒതുക്കണോന്ന് വെച്ചാ പൊക്കണോ അതോ നീറ്റണോ? ആ, നീറ്റ് നോക്ക്. നിൽക്കുമെങ്കിൽ നിൽക്കട്ടെ. കത്രീനാമേ, ഇവനെ ഞാൻ അവിടെ കൊണ്ടുവരും. നമുക്കൊന്നും നീറ്റണോ? കൊണ്ടുപോരെ, ഞാൻ ഏറ്റു. ആ, ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ആ ഇറങ്ങടോ, ഇറങ്ങടോ മദ്യവിരുദ്ധ പ്രസിഡന്റ് ചാമക്കാലയായി. ഇറങ്ങ്, ഇറങ്ങണോ ഇത്? അരുല്ലേ മാറോ? ആ, ഇത് വേണം, ഇങ്ങനെ വേണം. മാറോ? ആ, വിട് 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 വിട്. എന്താ പ്രസിഡന്റ് ഈ രാത്രിയില്? നീയാണോ ചോദിക്കാൻ? മദ്യം വിഷമാണ്, കുടിക്കാൻ വിഷമമാണ്. പക്ഷേ കത്രീരാമ്മയുടെ കഴുക്കൽ എനിക്ക് ഇനിയും കുടിക്കണം, കുടിക്കണം. പറയല്ലേ പ്രസിഡന്റ്, കത്രീരാമേ, കത്രീരാമേ, എന്റെ അമ്മേ. എന്താ വൈകിയത്? ആ കാലം കോഴി പറ്റിച്ചതാ. എന്നും 5:30 പോകുന്നവൻ 6:30 പോകുമ്പോ പിന്നെ ഒരു കുളിയും കുളിച്ച് അമ്മയെടുത്ത് തന്നെ ഈ ചോറുമായിട്ട് വലിച്ചു വിട്ടതാ. ജോസഫേട്ടൻ എന്താ വിളിക്ക്? വിളിക്കാന്നേ, എന്ത് എത്ര ധൃതി?
വെളുപ്പാങ്കാലത്ത് എന്ന് കൂടമെടുത്താ 4 കല്ല് കൂടുതൽ തകർക്കാം. സഹദേവിന് മറ്റെന്തെങ്കിലും ജോലി അന്വേഷിച്ചുകൂടെ? എന്ന് പറഞ്ഞാ പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ ജോലി നിരത്തി വെച്ചിരിക്കല്ലേ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. എന്താ പാറമടയിലെ പണി അത്രയ്ക്ക് മോശമാ? സഹദേവിന് ഡിഗ്രി ഉണ്ടല്ലോ, നല്ലൊരു ജോലി കിട്ടുമല്ലോ എന്നോർത്ത് പറഞ്ഞു. എന്റെ പെണ്ണെ, ഞാൻ അങ്ങനെ നടക്കാത്ത സ്വപ്നം കാണാറില്ല. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. നോക്കട്ടെ ഇന്ന് അമ്മ എന്താ കൂട്ടാൻ തന്നു വിട്ടിരിക്കുന്നതെന്ന്. നല്ല ഉണക്ക മീനും ചമ്മന്തിയും കാണും. ആ. സൂപ്പർ. മതി മതി, ഒരുപാട് ടേസ്റ്റ് നോക്കിയാ എന്റെ വയറ് കേടാവും. ആ നീ ഇന്ന് താമസിച്ചല്ലേ? ആ. ഞാനും ഇത്തിരി താമസിച്ചു. ഇന്നലെ ഇപ്പൊ കൂടിപ്പോയി. എന്നാ പോകാൻ ചേട്ടാ. ആ കേറിക്കോ ചേട്ടാ. കേറ് മോളെ. ആ, ഞാൻ കേറിയില്ല. ആ സഹദേവാ, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താ? ചാപ്പ് പൂട്ടിക്കൽ സമരവുമായി നടന്നവര് ഇന്നലെ പൂക്കുറ്റി പൂസായി നട്ടപ്പാതിരക്ക് റോട്ടില്. എന്റെ കർത്താവ് നേരാന്നോ? നേരെ. ആഹാ. ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ കൊടുക്ക് ഷാജി മറ്റോ കണ്ടത്. ഹ, എന്റെ കർത്താവ് എനിക്ക് സന്തോഷമായി. അവന്മാരുടെ വായി നീ അടച്ചല്ലോ. കൈകോട്. നല്ല നടപ്പ് ഉപദേശമൊക്കെ ഉണ്ട്. ഇതാ പരിപാടി. പിന്നെ എങ്ങനെ ഇവനെയൊക്കെ വിശ്വസിക്കും? വിശ്വസിക്കണ്ടടാ, അവന്മാരെയൊക്കെ എഴുതി തള്ള്. വെറും വേസ്റ്റ്. നമ്മുടെ വിശ്വാസം നമ്മോട് തന്നെ ആയിരിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവനോടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിക്കുമെന്ന്. പൊറുപ്പിക്കും പൊറുപ്പിക്കും. അയാൾ ശരിയാക്കാന്നാ പറഞ്ഞ. കണ്ടെടുത്തോളം കുഴപ്പമില്ല. എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും കാണും. എന്തിനാ ഇതെന്നോട് ഇടാൻ പറഞ്ഞത്? ജെസ്സി, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ആവണ്ട. ഞാൻ ജോസഫിന്റെ മോളാ. നീ എന്റെ വീട്ടിലേക്ക് വരേണ്ടതല്ലേ? കുറച്ച് മോഡേൺ ആവുന്നത് നല്ലതാണ്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഈ മോഡേൺ ആയിട്ട് നടക്കുന്നവരുടെ സ്വഭാവം ഒന്നും അത്ര ശരിയല്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതല്ലേ. എന്നെ പറ്റി പോലും നാട്ടുകാരെന്തൊക്കെയാ പറയുന്നേ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. എന്നെ ഇങ്ങനെയൊക്കെ കാണണമെന്ന് പറയുന്നതല്ലേ നല്ല സ്വഭാവം. ഇപ്പോ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ചിപ്പിക്കുള്ളിൽ ഒളിഞ്ഞിരുന്ന ഈ മുത്തിനെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നോ? വേണ്ട വേണ്ട, ചിപ്പിക്കുള്ളിലെ മുത്തൊന്നും ആവണ്ട. നീ വാ. വാ ഇരിക്ക്. സൂസി ഇല്ലേ? ഉണ്ട്. നമസ്കാരം. അമ്മേ, ഇത് എന്റെ ഒപ്പം പഠിക്കുന്ന ജോണിയും ജീവനുവാ. അത് ശരി. എനിക്ക് നാടകം കളിക്കാൻ പറ്റില്ലെന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നല്ലോ ഞാൻ. അയ്യോ, സൂസി അങ്ങനെ പറയരുത്. സൂസിക്കാവുമ്പോ റിഹേഴ്സൽ പോലും വേണ്ട. നിങ്ങൾ പള്ളിയിൽ കളിച്ചിരുന്നില്ലേ? അതേ നാടകം തന്നെ ഇവനും നടത്തുന്നത്. അതെ, പക്ഷെ അതിനൊരു ഡൈവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഡൈവേഷൻ ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലത്. അങ്ങനെയാണെങ്കിൽ സൂസി സമ്മതിച്ചു അല്ലേ? സമ്മതിക്കണ്ട മോളെ, പാവം പിള്ളേര് വന്ന് ചോദിച്ചല്ലേ. അങ്ങനെ പറയാൻ പറ്റി. ഈ അമ്മച്ചിക്ക് മരിച്ചുപോയ എന്റെ അമ്മച്ചിയുടെ അതേ ചായ. നല്ല അമ്മച്ചി. ശരി ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. നമുക്ക് നോക്കാം. അത് മതി.
സൂസി സമ്മതം മൂളി എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ പോകണം. ആഹാ. വട ഇവിടം വരെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം കൂടെ കുടിക്കാതെ പോവാന്നോ? അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ മറ്റൊരു ദിവസം വരാം. ഉം? ആ. പോട്ടെ. പൊറുപ്പിക്കില്ല. ആ മാത്തച്ഛനെ എതിർക്കാൻ നിൽക്കുന്ന ഒരു മോന്റെ മോനെയും വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. ആ പൊറിപ്പിക്കരുത്. കഷ്ടപ്പാട് കൊണ്ട് അവന്റെയൊക്കെ ഗതി മുട്ടിക്കണം. തൽക്കാലം നമ്മുടെ ശത്രുക്കൾ ഒന്ന് ഒഴിവായി കിട്ടി. എല്ലാം ഇവിടുത്തെ കൃപാകടാക്ഷം. നാരായണ നാരായണ. നാരായണൻ എന്ന് വിളിച്ചപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. വാറ്റുപുഴ നാരായണൻ വിളിച്ചിരുന്നു. അയാൾ ഇപ്രാവശ്യം ഇടുക്കി ജില്ലയിലും പങ്കുകൂടിയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ മിടുക്കനാ. അവൻ ഇവിടെയല്ല പിടി, അങ്ങ് കേന്ദ്രത്തിലാ. കേരളത്തിൽ അവന് മൊത്തം 52 ബാറുണ്ട്. ഈശോയെ, നേരോ? പോരാത്തതിന് ഗോവയിലും ബാംഗ്ലൂരും സ്റ്റാർ ഹോട്ടൽ വേറെയും. അവനുമായുള്ള ബന്ധം എന്തുകൊണ്ടും നമുക്ക് നല്ലതാ. ബാംഗ്ലൂരിൽ വെച്ച് കാണാമെന്ന് നാരായണനോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ ബാംഗ്ലൂർക്ക് പോകുന്നത്? ഈവനിങ് ഫ്ലൈറ്റിന്. പിന്നെ ബാംഗ്ലൂർ ഒരു സ്റ്റാർ ഹോട്ടൽ അതെന്റെ ഒരു സ്വപ്നമാ. ആ സ്വപ്നം സാക്ഷാത്കരിക്കും. കത്രീനെ പറയുന്നത്. ഈശ്വരോ രക്ഷ. ഈവനിങ് ഫ്ലൈറ്റിലിരുന്ന് മാത്തച്ചായൻ മണിമന്ദിരങ്ങൾ തീർക്കുന്ന സ്വപ്നം കാണുന്നേ. കത്രീനാവയുള്ളപ്പോ മാത്തച്ചായന്റെ സ്വപ്നങ്ങൾ വിമാനം കണക്ക് ദേ ഇങ്ങനെ അത്യുന്നതങ്ങളിലേക്ക് പറന്നു തരും. നിന്റെ തന്ത പോയില്ലേ? ഇന്നെങ്കിലും ഞങ്ങളെ ആ മാതകത്തടമ്പിന്റെ അടുത്തൊന്ന് കൊണ്ടുപോടാ. എന്റെ ഒരു ആഗ്രഹമാടാ. ആലോചിക്കാം. എന്ത് കോപ്പ ആലോചിക്കാനുള്ളത്? നീ ഒന്ന് ചലിച്ചേ. ധൃതി കൂട്ടാതെ ബുദ്ധിജീവി. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ വിളിക്കേ, ഒന്ന് വേഗാട്ടെ. ഹലോ ജോണിക്കുട്ട. കള്ളൻ. ഡാഡി ഒന്ന് പോയി കിട്ടാൻ നോക്കിയിരിക്കായിരുന്നു അല്ലേ? കൊതിയൻ. ഓ, സിന്ധു പോയോ? സിന്ധു ഉണ്ട് ഇവിടെ. നീ ഒരു 9 മണി കഴിഞ്ഞ് വന്നാ മതി. നിനക്ക് തരാൻ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്താ അത്? അത് ഇപ്പൊ പറയില്ല, വന്ന് കണ്ടാ മതി. ഓക്കേ? ഓക്കെ. എന്താടാ, എന്താ പറഞ്ഞ? നിന്നെ അങ്ങോട്ട് അടുപ്പിക്കരുതെന്നാ പറഞ്ഞത്. കലാബോധമില്ലാത്ത താടക. ഒരു കലാകാരന്റെ മനസ്സിന്റെ വിങ്ങലുകൾ തിരിച്ചറിയാൻ കഴിയണം തരുണികൾക്ക്. ഇല്ലെങ്കിൽ അവരുടെ ജീവിതം വെറും മിഥ്യ. നിന്റെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട, നമുക്ക് പോവാം. എപ്പ പോവാം? നേരം ഇരുട്ടിയാൽ നമ്മൾ കല്ലുവാതിക്കൽ കത്രീനയുടെ കൂട്ടിലേക്ക് ചേക്കേറുന്ന ബുദ്ധിജീവി. എടാ, നമ്മുടെ ഞരമ്പില്ലേ, വിളിക്കേ, അവനും കൂടെ കൂട്ടാലോ? ആയിക്കോട്ടെ, കൂട്ടാം. എന്റെ സൂര്യ ഭഗവാനെ, എത്രയും പെട്ടെന്നൊന്ന് അസ്തമിച്ചാലും ഞാൻ ജീവിതത്തിൽ സാഫല്യം അടയാൻ പോകുന്ന ദിവസമാണിന്ന്. നിക്ക്. ഹലോ. ഹലോ, ഞാൻ അങ്ങോട്ട് പോരട്ടെ? പോര് പോര്. അവിടേക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സോ? ഫ്രണ്ട്സ്. ആയിക്കോട്ടെ, കൂട്ടിക്കോ. ഓക്കെ. ഒപ്പിച്ചല്ലേ? കുട്ടാ. ഹായ്. അതെ, എന്താ എനിക്ക് തരാന്ന് പറഞ്ഞേ? ആ, അത് പറയാനാ. ഇരിക്കെ. താങ്ക് യു. ജോണി വാ. ജോണിക്കുട്ട, ഇതാ ഞാൻ പറഞ്ഞത്. സിന്ധു. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? സിന്ധു. ജോണി സാറല്ലേ? അതെ. വരുമെന്ന് മാഡം പറഞ്ഞിരുന്നു. സിന്ധു പ്രതീക്ഷിച്ചിരിക്കുന്നു അല്ലേ? എന്തോ ഒരു രഹസ്യം പറിച്ചേ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ജോണി എന്തേ? നിങ്ങൾ കുടിക്ക. ജോണി ഇളനീര് കുടിക്കുക. ഞാൻ നല്ലവനാ, നല്ലവർക്ക്. ഈ മാത്തച്ഛന്റെ കയ്യിൽ നിന്ന് മാസപ്പടി പറ്റാത്തവൻ അവനൊരുത്തനാ. എന്തു തന്നെ ആയാലും നമ്മുടെ അടുത്ത് നിന്ന് ഒരു തുള്ളി പോലും തെളിവിന് കിട്ടിയില്ല. അത് അപ്പോഴേ സ്ലാബ് തുറന്ന് സ്പ്രേ അടിച്ചു. നന്നായി. മറ്റൊരു പൊല്ലാപ്പുണ്ട്. എന്താ അത്? സ്റ്റാർ ഹോട്ടലിന്റെ സ്ഥലം നേരെ ചൊവ്വേ നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ ആ കർണാടകത്തിലെ രാമലിംഗത്തിന് ഞാനിവിടെ ഒപ്പിച്ചു കൊടുക്കണം. എന്റെ ഒരു തലയിലെഴുത്തേ. കൊടുക്കണം, അത്ര തന്നെ. കൊടുക്കേണ്ട കാര്യം കത്രീനാമയോട് പറഞ്ഞാ പോരെ? കൊള്ളാൻ ആളില്ലാത്തതിന്റെ കുറവേ ഉള്ളൂ. എടാ മണി, ആരും തൊടാത്ത കിളുന്ത് 17കാരിയെ തന്നെ വേണം ആ പന്ന കണാകുള ചെട്ടിയാർക്ക്. എന്റെ അമ്മു,
എങ്ങനെയാണേ ചാച്ചൻ തോറ്റു. എന്നാ അയാള് വരുന്നത്? വെള്ളിയാഴ്ച ഇങ്ങോട്ട് കെട്ടിയെടുക്കും. വരട്ടെ, നമുക്ക് നോക്കാം. ഞാൻ ആലോചിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും കാണില്ല. ആ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും. എന്താ? ആലോചിക്കാതിരിക്കേ. ആ ഊഹ. മാത്തച്ഛൻ മിണ്ടാതിരി. ഞാനല്ലേ പറയുന്നത്, കർണാടക ചെട്ടിയാര് തൃപ്തിയായിട്ട് തന്നെ പോകും. ഈ കത്രീനയാ പറയുന്നത്. എന്റെ പൊന്നമ്മച്ചിയെ, എനിക്കിത് മതിയേ, മതി. കത്രീനാമ്മയുടെ കത്രിയെ പൂട്ടി വീണ ഏത് കാര്യവും പച്ചിലയും കത്രികയും പോലാ. അതെ, പച്ചിലയും കത്രികയും. നേരത്തെ പള്ളിക്കളിച്ച് അത്രയും നന്നായിട്ടില്ലല്ലേ? ജീവനാകെ ത്രില്ലടിച്ച മട്ട. നിന്റെ കൂട്ടുകാരൊന്നും ശരിയല്ല, എല്ലാം ഒരുപോലെ വായി നോക്കിയുള്ള. പിന്നെ എല്ലാവരുടെ സംസാരത്തിലുണ്ട് കള്ളത്തരം. നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇയാളുടെ കള്ളത്തരം എനിക്കും മനസ്സിലാവുന്നുണ്ടേ. ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എന്താ രണ്ടാളും കൂടി എന്നെ പറ്റി കൊനിഷ്ട പറയാ? ഞാനുള്ളതാ പറഞ്ഞത്. എന്നാ പറയുന്നേ. പറയട്ടെ? പറയേ. എന്നെ പറയും. പറയാനാ പറഞ്ഞേ. ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒറ്റക്ക് ഇഴുക്ക് വെച്ച് തന്നോണ്ടല്ലോ. ഓ, ഇതൊന്നും എന്റെ അടുത്ത് കാണിക്കണ്ട. പിന്നെ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എനിക്കറിയാം ചേച്ചി പ്രേമിക്കുന്ന കാര്യം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്തിനാ അവളെ പറയുന്നേ? നേരല്ലേ? ഈ വേഷത്തിൽ കൊള്ളാം, ആർക്കും ഒരു അനുരാഗമൊക്കെ തോന്നും. ഒത്തിരി കറങ്ങി നടക്കണ്ട, ഞാൻ പോന്നു. അങ്ങനെ അങ്ങ് പോണ്ട, ഞാൻ വരുന്നു. ഈ പോക്കാരെങ്കിലും കണ്ടാ? ഹായ്, നല്ല കുറുന്തോട്ടി താളിയുടെ വാസന. അയ്യോ സഹദേവ, എന്റെ മോൾ അത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല നീ ഇവിടെ ഇങ്ങനെ സൈക്കിളിന്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ടുവരാൻ. ചേട്ടാ, ഞാൻ ഒന്നും പറയണ്ട, മേലാൽ ഇത് ആവർത്തിക്കരുത്. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. മോള് സങ്കടപ്പെടാൻ പറഞ്ഞതല്ല, ഇതൊക്കെ നാട്ടുകാർ കണ്ട അതും ഇതൊക്കെ പറയും. എന്റെ മക്കളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ഈ അപ്പച്ചനെ സഹിക്കത്തില്ല. അപ്പച്ച, ഞാൻ സാരമില്ല, മോള് വീട്ടിലേക്ക് ചെല്ല്. എനിക്ക് പേടിയാ. പിന്നെ എന്ത് പേടിക്കാൻ? ആരുടെയും ശല്യമില്ലാതെ നമുക്ക് രണ്ടുപേർക്ക് മാത്രം അല്പനേരം സംസാരിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും ഒരെന്നാലും ഇല്ല. എന്താ ജോണി? ഏയ് ഒന്നുമില്ല, ഇത് ജെസ്സി. ഓ, എനിക്കറിയാം. എന്താ രണ്ടാളും കൂടി? മുഖവര ഇല്ലാതെ പറയട്ടെ ആന്റി, ഞങ്ങൾക്ക് അല്പനേരം ഇരുന്ന് സോയിലായി സംസാരിക്കണം. അതിന് പറ്റിയ സ്ഥലം ഒരിടത്തും ഇല്ല. ആന്റി, ഞങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഇതൊന്നും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും മാത്തച്ചായന്റെ മോനായി പോയില്ലേ. കുട്ടി പേടിക്കണ്ട. ആ ജോണി, അകത്തിരുന്ന് സംസാരിച്ചോ, ഞാൻ ഇപ്പൊ വരാം. താങ്ക് യു ആന്റി, താങ്ക് യു വെരി മച്ച്. ജെസ്സി ബാ. വാന്നേ. ഈ ആന്റിയെ കുറിച്ച് ആളുകൾ പലതും പറയുമെങ്കിലും ആള് നല്ല കക്ഷിയാ. ആന്റി മോശമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ വീട്ടിലെങ്ങാനും ഇതറിഞ്ഞാ? അറിയില്ലെന്നേ, അതിനല്ലേ ഇങ്ങനെയുള്ള സ്ഥലം ഞാൻ സെലക്ട് ചെയ്ത്. ജെസ്സിക്ക് അറിയില്ല. എത്ര കാലമായി അറിയൂ നിന്റെ അടുത്ത് ഹൃദയം തുറന്നെന്റെ സ്നേഹം പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജോണി, അത് ഞാൻ... എന്താ? ഈ കാതിൽ എനിക്ക് പലതും പറയാനുണ്ട്. എടാ മോനെ, അന്വേഷിച്ചു പോയ ആരെയും കാണുന്നില്ലല്ലോ. ആ, ഇതാരോ വരുന്നുണ്ട്. പല വിവരം കിട്ടിയോ സഹദേവാ? ഇല്ല, അന്വേഷിക്കാവുന്ന മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു. എന്റെ കർത്താവേ, നമ്മളിനി എന്നാ ചെയ്യൂടാ? സൂസി,
ജെസ്സി എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല സഹദേവ, എന്നോട് അവൾ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. എന്റെ മോള് ഒറ്റയ്ക്കങ്ങെങ്ങും പോവില്ല. സഹദേവൻ അറിയാലോ, എവിടെ പോണേലും ഞാൻ വേണം അവൾക്ക് കൂട്ടിന്. അങ്ങനെയുള്ള എന്റെ അനുജത്തി ജോസഫേട്ടാ, ഈ രാത്രി നമ്മൾ എവിടെ ചെന്ന് അന്വേഷിക്കാം. എന്തായാലും നേരം വിളിക്കട്ടെ. ഞാനിനി എങ്ങനെ നേരം വെളുപ്പിക്കണം പോലെ സൂസി, ഇത് എല്ലാവർക്കും കൊടുക്ക്. ജോസഫേട്ടാ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും കഴിക്കേ. നമ്മുടെ മോള് എങ്ങനെയാടാ എന്തെങ്കിലും പോയിട്ട് പച്ചവെള്ളം പോലും ഇറങ്ങുന്നില്ല. ജോസഫേട്ടാ, സഹിക്കണമെന്നല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? നമ്മളെല്ലാവരും മരിക്കില്ലേ? എന്റെ മോള് മരിച്ചതല്ല, അവളെ കൊന്നതാ. എനിക്ക് ഉറപ്പുണ്ട്, അവളെ കൊന്നതാ. കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാം. എന്തൊക്കെ ചെയ്താലും നമ്മുടെ മോൾ ഇനി തിരിച്ചു വരില്ലല്ലോ. ആരാ എന്റെ മോളെ കൊന്നത്? കിട്ടിയോ? അവനെ കിട്ടിയോ? ആ, കണ്ടുപിടിച്ചിട്ടുണ്ട്. തന്റെ പേരെന്താ? സഹദേവൻ. തനിക്ക് എന്താ പണി? പാറമടയിൽ പണിയാ. ഓ, നീയല്ലേ ജഡം താഴേന്ന് മുകളിലേക്ക് കൊണ്ടുവന്നത്? അതെ. ഈ കുടുംബമായിട്ട് തനിക്കെന്താ ബന്ധം? ജോസഫേട്ടൻ എന്റെ സുഹൃത്താ, ഞങ്ങൾ ഒരുമിച്ച പണിയുന്നേ. ഓ, നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഇയാൾ നിന്റെ സുഹൃത്തോ? നിനക്ക് ഇവിടുത്തെ പെൺകുട്ടികളിൽ കണ്ണുള്ളതുകൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? തൽക്കാലം നീ സ്റ്റേഷനിലേക്ക് വാ. എന്തിനാ? ആ, നീ അത് അറിഞ്ഞാലേ വരുമല്ലേ? നടക്കടാ. ഇങ്ങോട്ട് നടക്കടാ. നിനക്ക് എന്താ പണിയെന്നാ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? വായിൽ നാക്കിലടാ. സാറിനോട് മണി വരെ ഉത്തരം പറയടാ. നിനക്ക് എത്ര കാലമായി അടുപ്പം തുടങ്ങിയിട്ട്? എനിക്ക് ആ കുട്ടിയോട് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല. ഇപ്പൊ അവിടെ ഉള്ളവളുമായിട്ടാണോ നിനക്ക് അടുപ്പം, അതോ തള്ളയുമായിട്ടോ? സാർ മാന്യമായി സംസാരിക്കണം. ഞാൻ നിന്നോട് മാന്യമായി സംസാരിക്കണം അല്ലേ? ഒന്നാം പേർ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഉപയോഗിച്ച് കൊന്ന് പാറമടയിൽ തള്ളിയിട്ട് നീ ഇവിടെ വന്ന് എന്നെ ലോ ആൻഡ് ഓർഡർ പഠിപ്പിക്കുന്നോടോ? ഞാൻ ആരെ കൊന്നിട്ടില്ല സാറേ. സാറിന് ഞാൻ നിയമം പഠിപ്പിച്ചതുമല്ല. സാറ് കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നീ ആ പാറമടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ഇടയില് നേതാവ് കളിക്കുന്നുണ്ടല്ലോ, അതുപോലെ എന്നോടെങ്ങാനും കളിച്ചാ നിന്നെ ഇതിനകത്ത് ഇട്ട് ഞാൻ കളി പഠിപ്പിക്കണോ? ഹലോ, ആ മാത്തച്ചായൻ അകത്ത് കയറ്റിയിട്ടുണ്ട്. ആ ആ, കിളയ്ക്കാത്ത മണ്ണാ, ഒന്ന് കിളച്ച് കളയാം. ഓക്കെ ഓക്കെ. പറയടാ, ഇടിച്ച് നിന്റെ കൂമ്പ് ഞാൻ കലക്കും. നീയല്ലേ അവളെ കൊന്ന് പാറമടയിൽ തള്ളിയത്? ഞാനല്ല. പിന്നെ ആര്? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? പറയടാ, നിനക്കറിയില്ലേ? പറയടാ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പറയടാ, സത്യം പറ. പാഷ്ട പുള്ളിനെ തന്നെയാ നീ അവന്മാർക്ക് കാണിച്ചു കൊടുത്തത്. രാമഭദ്രന്റെ ഇടി കൊണ്ട് അവൻ കുടിച്ചിട്ടുള്ള മുലപ്പാല് വരെ കക്കിപ്പോവും. ഇതിലും വലിയ കുറ്റവൻ സമ്മതിക്കുകയും ചെയ്യും. ആ, നമ്മൾ ഇനി ആ കാര്യത്തെക്കുറിച്ച് ആരടുത്തും ഒന്നും മിണ്ടാൻ നിൽക്കണ്ട. അതെ, ഇനി എല്ലാം ആ രാമഭദ്രൻ ഏറ്റോളും. അവരായി അവരുടെ പാടായി. എന്തൊക്കെ പറഞ്ഞാലും ആ കർണാടകക്കാരെ സമ്മതിക്കണം. ഹോട്ടല് പണിയാനുള്ള സാങ്ഷൻ
എഴുതി കൈ തന്നിട്ടാ പോയത്. ഓഹോ, അതിന്റെ ക്രെഡിറ്റ് മുഴുവനും കത്രീനാമയ്ക്കാ. നല്ല ഈയം പോലത്തെ കൊച്ചിനെയല്ലേ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. ഔ, അതും കടിച്ചാ പൊട്ടാത്ത പ്രായം. ജോണിക്കുട്ടനെ ഇനി ഇങ്ങ് തിരിച്ചു വിളിച്ചോ. ഇവിടെ ജോണിയെ ആർക്കും സംശയമില്ല. ഏയ്, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചതാ. ഒരുത്തന്റെ വായെന്ന് പോലും ജോണിയുടെ പേര് പുറത്തു വന്നിട്ടില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും നീ അത് ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പാറമടല് നമ്മുടെ ആളുകൾ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അവർക്ക് നിന്നെ അറിയാത്തതാ. പോലീസുകാർ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചോ? ഏയ് ഇല്ല. പോലീസുകാർ അടിച്ചപ്പോഴും ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ എന്നെ സംശയിക്കല്ലേ എന്ന്. നീ എന്നതായി പറയുന്നത്? ഞങ്ങൾക്ക് അതിന് കഴിയുമോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നിന്നെ അവിശ്വസിക്കാൻ കഴിയില്ല എനിക്ക്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ പോവുക, എന്റെ മകളുടെ മരണത്തിന് എനിക്ക് യാതൊരു പരാതിയും ഇല്ലെന്ന്. ഇനിയെങ്കിലും നിരപരാധികളെ തല്ലിച്ചതയ്ക്കാതിരിക്കുമല്ലോ. നീ അവളുടെ കൂട്ടുകാരെയൊക്കെ കണ്ടോ? കണ്ടു. അവരെന്താ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മാതാവേ, ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. ചേട്ടൻ വന്നേ, ഇന്ന് കമ്മിറ്റി ഉണ്ട്. ഉണ്ട്, എനിക്കറിയാം. രാഘവേട്ടൻ വന്ന എന്നെ ഇറക്കിയത്. ശരി, ഞങ്ങൾ ആ, പോയിട്ട് വരാം. ശരി. ജോണി വരുന്നുണ്ട്. വരട്ടെ. നീ എപ്പോഴാ വന്നത്? ഇന്നലെ. നീ ബാംഗ്ലൂർ പോകുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലല്ലോ. പറയാൻ പറ്റിയില്ല. ഡാഡിക്ക് എന്തോ എൻഗേജ്മെന്റ് വന്നോണ്ട് അത്യാവശ്യം എന്നെ വിട്ടതാ. നീ പോയ അന്ന് ജെസ്സിയെ ബൈക്കിലിരുത്തി എവിടേക്കാ പോയത്? എന്നാര് പറഞ്ഞു? ഞാനന്ന് അവളെ കണ്ടിട്ടേ ഇല്ല. നീ അന്ന് അവളെ കണ്ടതേ ഇല്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാ? ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തൊന്നല്ല, പിന്നെ സത്യം അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഓ, ഒരു സത്യാന്വേഷണം നടക്കുന്നു. തലയ്ക്ക് വട്ടി പിടിച്ച് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കല്ലേ. കൊള്ളാം, നല്ല അഭിനയം. കേറി. സൂസി, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വന്നതാ. എന്താ? അന്ന് പറഞ്ഞിരുന്നില്ലേ ജെസ്സിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണോന്ന്? ഉവ്വ്, എന്താ കാര്യം? എന്റെ ഒരു ഊഹാണ്, ശരിയായിക്കൊള്ളുന്നില്ല. എന്താണെങ്കിലും പറയൂ. ജോണി മടങ്ങി എത്തിയിട്ടുണ്ട്. അവൻ ആകെ അസ്വസ്ഥനും ദുഃഖിതനുമാണ്. അതിന് എന്റെ ഒരു ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞത് ശരിയായിട്ടല്ല. എന്റെ ഊഹമല്ല, എനിക്ക് ഉറപ്പാ ജെസ്സിയുടെ മരണത്തിൽ ജോണിക്ക് പങ്കുണ്ട്. ജോണിക്കെതിരായി നിങ്ങൾ കേസ് കൊടുക്ക്, ഞാൻ സാക്ഷി പറയാം. ഇല്ല, അവള് പോയി. ജീവിച്ചിരിക്കുന്ന ആരെയും ദ്രോഹിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. തന്നെയുമല്ല, അവർക്കെതിരെ കേസ് കൊടുത്താൽ ജയം അവർക്ക് തന്നെയാവും. ജീവൻ പൊയ്ക്കോളൂ. ഇനി അതേപ്പറ്റി ഒന്നും അറിയണമെന്നില്ല. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് മുതലാളി കൂലി കൂടുതൽ തരാൻ നേരിട്ടുണ്ട്. പുറം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പാറമണ നടത്തുന്ന ഒരേ ഒരു മുതലാളിയെ വേലിച്ചാമി. അയാളെപ്പോലെ തൊഴിലാളി സ്നേഹമുള്ള ഒരു മുതലാളിയും വേറെ ഇല്ല തന്നെ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇങ്ങോട്ട് കാണിക്കുന്ന സ്നേഹവും ആത്മാർത്ഥതയും നമ്മൾ അങ്ങോട്ടും കാണിക്കണം. അപ്പൊ പിന്നെ പീതാംബരേട്ടാ ഇനിയൊന്നും പറയണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. എങ്കിൽ നമുക്ക് പിരിയാം. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയൂ. ജെസ്സിയോടൊപ്പം പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. ജെസ്സിയെ കാണാതായ ദിവസം അവളെയും ബൈക്കിലിരുത്തി ജോണി പോകുന്നത് അയാൾ കണ്ടുവന്നു. കേസ് കൊടുത്ത അയാൾ സാക്ഷി പറയാന്ന് എന്നോട് പറഞ്ഞു. എനിക്കതില് താല്പര്യമില്ല. സഹദേവൻ എന്നോടൊപ്പം നിൽക്കണം. എന്റെ സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദിയെ എനിക്ക് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം. ആ, സൂസി ഇപ്പൊ പോയിക്കോളൂ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പോയിക്കോളൂ. ആ, സൂസി ഒന്ന് നിന്നേ. ദാ ഇത് വെച്ചോളൂ. ജോസഫേട്ടൻ പണിക്ക് വന്നിട്ട് കുറെ ആയില്ലേ? സഹദേവ, അത് ഇത് വെച്ചോളൂ ഒന്ന്. പൊയ്ക്കോ. ഞാൻ എന്ത് ചെയ്യും? അവളുമായി പ്രേമം മണ്ണാകട്ടെന്ന് എനിക്കില്ലായിരുന്നു. നിന്റെ പരിചയക്കാരെ മുഴുവൻ പ്രേമിക്കാൻ തുടങ്ങിയാൽ തൊലഞ്ഞു പോകത്തേ ഉള്ളൂ. അവളെ ബൈക്കിലിരുത്തി കൊണ്ടുപോയെന്ന അവന്റെ പരാതി. ഞാൻ അവളെ എങ്ങനെ കൊണ്ടുപോയിട്ടില്ല? കൊണ്ടുപോയി. ആ, നീ അവളെ എവിടെ കൊണ്ടുപോയെന്ന് എനിക്കറിയേണ്ടത്. അത് ചോദിക്കാൻ നീ ആരാടാ? പോലീസിന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടേണ്ട അടി എനിക്കാ കിട്ടിയത്. എവിടെ കൊണ്ടുപോയി പറയാളെ? പറയാം.
അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത നിന്റെ തന്തയുടെ സ്വഭാവമായിട്ട് നാട്ടിലിറങ്ങിയുണ്ടല്ലോ, ഇടിച്ച് നിന്റെ പരിപ്പ് ഞങ്ങളൊക്കെ കള്ള പന്നി. ആരുമില്ലടാ, കിട്ടിയത് ആരും കണ്ടില്ല. വാ വാ. അവനെ ഒതുക്കാൻ പോയാ ആ പാറമട നമുക്ക് നഷ്ടപ്പെടും. അതോടെ നമ്മുടെ പ്ലാൻ തകരും. അങ്ങനെ വരാൻ പാടില്ല. പിന്നെ എന്തോ ചെയ്യും? ജോണിക്കുട്ടിയുടെ ദേഹത്ത് കൈവച്ചാ അവനെ വെറുതെ വിടാൻ പറ്റുമോ? വെറുതെ വിടണ്ട, പിന്നെ കൂടെ നിർത്തണം. എങ്ങനെ? ആ ബുദ്ധിജീവിയെ പറഞ്ഞ് മനസ്സ് മാറ്റണം. അവൻ പറയുന്നു അവൻ കണ്ടത് ജോണിയെ അല്ല മോഹൻലാലിനെയാണെന്ന്. ബുദ്ധിജീവി വട്ട് പറഞ്ഞതാണെന്ന് മനസ്സിലായാൽ സഹദേവൻ ഇവന്റെ അടുത്ത് മാപ്പ് പറയും. അവൻ പറയും മാപ്പല്ല കോപ്പ്. പോടാ. മരിച്ചുപോയ സഖാവ് തമ്പാന്റെ മോനാണവൻ. തെറ്റ് പറ്റിയെന്ന് കണ്ട അവൻ തിരുത്തിയിരിക്കും. അവന്റെ ബുദ്ധിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നു. ആ. പിന്നെ അടുപ്പിച്ചെടുക്കാൻ എളുപ്പാ. ഓ, മാത്തച്ചായന്റെ ബുദ്ധി പ്രശംസനീയം തന്നെ. ആ കുശാഗ്രതയ്ക്ക് മുന്നിൽ നാം ശിരസ് നമിക്കുന്നു. അങ്ങനെ അവളെ ആരും കൊന്നതല്ലെന്ന് നാം വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്നു. എങ്ങനെ? സിന്ധു, ഈ സാമ്പിൾ കൊണ്ടുപോയി ഡൈലൂട്ട് ചെയ്ത് തവളയിട്ട് നോക്ക്. ശരി മാഡം. ആ, എന്താ ജോണിക്കുട്ട ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എനിക്കിവിടെ വരണമെങ്കിൽ മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോ? അതൊന്നുമില്ല. ആട്ടെ, എന്താ രണ്ടുപേരും കൂടി? ഇവന് ഭയങ്കര സംശയം. ആ ജെസ്സി മരിച്ച ദിവസം അവളെ ഞാൻ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്നത് ഇവൻ കണ്ടെന്ന്. ജീവൻ എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ കണ്ടതാണ്. അതെങ്ങനെ സംഭവിക്കും? ജോണിക്കുട്ടൻ അന്ന് ബാംഗ്ലൂർക്ക് പോയില്ലേ? നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾ കള്ളം പറയാണെന്ന്. എന്റെ മുഖത്തിന് ഈ കള്ള ലക്ഷണം ജനിച്ചപ്പോഴേ ഉള്ളതാ. ജീവന് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ഞാൻ തെളിവ് തരാം. കമോൺ ബോയ്. ചെല്ല് ചെല്ല്. വരൂ. ആ എന്തിനാ ഡോർ ക്ലോസ് ചെയ്ത്? ജെസ്സിയെ ബൈക്കിലിരുത്തി കൊണ്ടുപോയിട്ടില്ല എന്നതിന് തെളിവ് വേണ്ടേ ജീവന്? വേണം. ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് ആ സഹദേവനല്ലേ? പണ്ട് ഞാനല്ലായിരുന്നോ? പണ്ട് ചരച്ച കാര്യമല്ല പറഞ്ഞത്, ഇപ്പൊ ചരക്കേണ്ട കാര്യമാ. ആ, ഇപ്പൊ അവൻ തന്നെ ആ കുരുത്തദോഷി. ആ, എന്റെ അമ്മു പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ദേ വരുന്നു വാണക്കുറ്റി പോലെ. അവന്റെ ഒരു സമയം. നിർത്ത്. ഓ എന്റെ സഹദേവാ, നിനക്ക് 100 ആയുസ. അതെന്താ? നിന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് ദേ മുന്നിൽ നീ. ആ, അത് പോട്ടെ, നിന്നെ ഒന്ന് കാണണമല്ലോ. എപ്പോഴാ സൗകര്യം? താനിപ്പോ എന്നെ കണ്ടോണ്ട് നിൽക്കല്ലേ? അതോ ഇനി ഫുൾ നൂടായിട്ട് കാണണോ? കൊള്ളാം, കുറിക്ക് കൊള്ളുന്ന മറുപടി. താങ്ക്സ്. വെൽക്കം. വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഞാനാ. അതിവിടെ ഈ പെരുവിളിയിൽ വെച്ചല്ല, കാണേണ്ടടുത്ത് വെച്ച് കാണേണ്ട രീതിയിൽ കണ്ടോളാം. വാ പോവാം. എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ? പറയുന്നത് അവിവേകമാണെങ്കിൽ തിരിച്ചെടുത്തോളാം. എത്ര കാലമായി മാത്തച്ചായന്റെ പുറകെ എന്റെ പേര് പോലെ തന്നെ മണിയായി നടക്കുന്നു. മണിക്ക് ഒരു മാത്തച്ചായനാവണമെന്നൊന്നുമില്ല, എങ്കിലും ഒരു മണിയമ്പിള്ളയെങ്കിലും ആവണമെന്നുണ്ട്. മണി വളച്ചു കെട്ടാതെ കാര്യം പറയേ. ഇനിയുള്ള കാലമെങ്കിലും പരാധീനതയില്ലാതെ ജീവിക്കാൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. അല്ല, പ്രത്യുപകാരം ചെയ്താൽ മതി. മനസ്സിലായില്ല. പാറമടയിൽ പണിമുടക്കുണ്ടാക്കി ആ പ്രസ്ഥാനം തന്നെ ഞാൻ ഇല്ലാതാക്കി തരാം. പകരം അവിടെ തുടങ്ങാൻ പോകുന്ന സ്റ്റാർ ഹോട്ടലിൽ ഒരു ഷെയർ, അത് മതി എനിക്ക്. തരാം, നിനക്ക് ഞാൻ തരാം. ആ, നീ ഇരിക്ക്. ഇന്നു മുതൽ നിന്റെ സമയം മാറുക. പക്ഷേ നിൽക്കാൻ പഠിക്കണം. എത്ര വിപ്ലവ ആദർശവും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. പണമില്ലാത്തവൻ പിണ.
സഹദേവൻ, നിങ്ങളെ എനിക്കിഷ്ടായി. ഈ ഹാളിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് എഴുന്നേൽക്കാത്ത വ്യക്തി സഹദേവൻ മാത്രമാണ്. കല്ലുവാതുക്കൽ കത്രീന എന്ന് പറയുന്ന നിങ്ങളെ കാണുന്നതിന് പകരം ആ പേര് കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്നവരെ എനിക്കറിയാം. കൊള്ളാം, കുറിക്ക് കൊള്ളുന്ന മറുപടി. എന്റെ പെണ്ണുമ്പിള്ളെ, നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ദ്വയാർത്ഥ പ്രയോഗത്തിൽ ഡയലോഗ് കാച്ചി മൂന്നാംകിട നായന് കിട്ടുന്ന കൈയടി നേടാനല്ല ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നാൽ ഇവൻ രക്ഷപ്പെടുന്ന ഏതോ കാര്യം സാധിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് മുഖവരെ മുഖസ്തുതിയും വേണ്ട, കാര്യം പറയും. ആ, എങ്കിൽ നമുക്ക് അകത്തേക്ക് ചെന്ന് അല്പം ഇളനീർ കഴിച്ച് വിശദമായി സംസാരിക്കാം. അതൊന്നും വേണ്ട, എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. ആ, എന്നാ ഞാൻ ചെല്ലട്ടെ. വരൂന്നേ. എന്റെ ചേട്ടത്തിയാരെ, നിങ്ങളുടെ ഈ ഇറച്ചി കൊണ്ട് ദേഹത്ത് മുട്ടുമ്പോ കോൾമയിര് കൊള്ളുന്ന ഒരുപാട് ഡാഷ് മക്കളെ എനിക്കറിയാം. ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുത്. എടാ മണി, എന്ത് കോപ്പനാ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് താൻ അത്രയ്ക്ക് ആദർശ പുരുഷൻ ചമകിയൊന്നും വേണ്ട. വിളിപ്പിച്ചതിന്റെ കാര്യം ഞാൻ തന്നെ പറയാം. ആ പാറമട ഉള്ള സ്ഥലത്ത് ഒരു സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് മാത്തച്ചൻ ഗ്രൂപ്പിന്. ആ സ്ഥലം വിട്ടുതരാൻ കൂട്ടാക്കുന്നില്ല സ്ഥലത്തിന്റെ ഓണർ വേലിച്ചാമി. വേലിച്ചാമി വരുത്തനാ. അവനെന്തിനാ നമ്മുടെ നാട്ടിലെ ഭൂപ്രകൃതി തകർത്ത് തരിപ്പണമാക്കി കോടീശ്വരനാകുന്നേ? താനാണല്ലോ ഇപ്പൊ അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ്. അവിടെ ഒരു തൊഴിൽ തർക്കം ഉണ്ടാക്കി പണി എന്നേക്കുമായി നിർത്തിയാൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. തനിക്ക് 10 ലക്ഷം രൂപ തരാം. അതുകൊണ്ടും തീരില്ല, നീയും ഈ ഗ്രൂപ്പിൽ ഒരു അംഗമായി മാറും. സമ്മതമെങ്കിൽ 5 ലക്ഷം രൂപ രൊക്കം ആ കയ്യിൽ വെച്ച് തരാം. നീ ലക്ഷങ്ങൾ വെച്ച് തരാൻ പറഞ്ഞ ഈ കൈ കണ്ടോ? ഇതുകൊണ്ട് ഒറ്റ എണ്ണ പൊട്ടിച്ചാലുണ്ടല്ലോ, സീമപ്പന്നിയുടെ അടിവയർ പോലെ ഇരിക്കുന്നതിന്റെ മോന്തായത്തിന്റെ ഒരു ഭാഗം തെറിച്ചു പോകും. ഇതിനു വേണ്ടിയാണല്ലടാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? കാശില്ലെങ്കിലും നീ തരുന്നതാണ് എനിക്ക് ആശ്വാസം. നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്. കുടുംബത്തിൽ കയറ്റിയിട്ടുള്ള സ്നേഹമല്ല, ഇതാണ് ഷാപ്പ് സ്നേഹം, യഥാർത്ഥ സ്നേഹം. സ്നേഹമാണ് അഖിലസാഗരമേ ഷോപ്പിൽ. പ്രേമം വാറ് വെക്കാൻ തുടങ്ങി. വരുന്ന ഇരുതല വാള്. എന്താ എന്ത് പറ്റി? എന്താ പറ്റിയത്? ആർക്കറിയാം? ബ്ലഡ് വല്ലതും വേണ്ടി വരുവാ? പറന്ന് പറ. അന്തോണി ചേട്ടാ, ജോസഫേട്ടൻ എന്താ പറ്റിയേ? മോനെ, ഒരര മേടിച്ചത് മുഴുവൻ കുടിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് കുഴഞ്ഞു വീടില്ലേ? സിസ്റ്റർ, എങ്ങനെയുണ്ട് ജോസഫേട്ടന്? പ്ലീസ് വെയിറ്റ്. മനസ്സിന്റെ വിഷമം കൊണ്ടാവും. ഒരു എക്സ്റേ എടുത്താ അറിയാം. ഒരു മുട്ട ആർഡർ ചെയ്തിട്ട് വെള്ളം അടിച്ചാ ഇങ്ങനെ വരൂ. ഒന്നും മിണ്ടായിരിക്കണ്ടോ? എന്താ പറ്റിയ? ഒന്നും പറ്റിയിട്ടില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടില്ല. ഡോക്ടർ, ജോസഫേട്ടൻ സോറി. ഡോക്ടർക്ക് 10 ലക്ഷത്തിന് ഒരു പെട്ടി കൊടുത്തിട്ടാ അയാളുടെ മരണം അറ്റാക്കാക്കി മാറ്റിയത്. അവിടെ ഇരിക്കുന്ന മുഴുവൻ സ്പിരിറ്റും പരിശോധിക്കണം, ഡൈലൂട്ട് ചെയ്യേണ്ടത് ചെയ്യണം, അതിനുശേഷം മതി വിതരണം. എല്ലാം നോക്കിക്കഴിഞ്ഞു.
ആറ്റിങ്ങിന്ന് തോമാച്ചൻ കയറ്റി വിട്ടതിലാ തകരാറുണ്ടായിരുന്നത്. എന്ന് ഉറപ്പുണ്ടോ? ഉണ്ട്. തോമാച്ചൻ നമ്മളോടത് ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മളെ തകർക്കാൻ വേലായുധനും പാർട്ടിയും മനഃപൂർവ്വം ചെയ്തതാവാം. തോമാച്ചൻ അവരുടെ ചട്ടുകം മാത്രം. ഇതിന്റെ പേരില് ഇപ്പൊ നമ്മളൊന്നും അനങ്ങാൻ പോണ്ട. ഇരു ചെവിയറിയാതെ കെട്ടടങ്ങിയത് അങ്ങനെ തന്നെ പോട്ടെ. അത് പോട്ടെ, പക്ഷെ ഇതൊക്കെ കൈവിട്ട കല്ല. പിടിക്കാൻ നോക്കിയാ കിട്ടത്തില്ല. ഏതായാലും ഇത് നമുക്കൊരു മുന്നറിയിപ്പാ. ഇൻവെർട്ടഡ് കോമയിലിടണം. അത് മാത്രം പോരാ, ചുവന്ന മഷിക്ക് ഒരു അണ്ടർലൈനും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നെ അമ്മയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഞാൻ അങ്ങനെ ചെയ്ത കുറ്റവാളികളെ വീണ്ടും തഴച്ചു വളരാൻ അനുവദിക്കും പോലാവും. വേണ്ട സഹദേവൻ, എന്റെ അപ്പച്ചന്റെയും സഹോദരിയുടെയും മരണത്തിന് കാരണക്കാരായവരെ ഉന്മൂലനം ചെയ്യുക മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. നിന്റെ ഏത് തീരുമാനവും എന്തുകൊണ്ടും എനിക്ക് സ്വീകാര്യമാണ്. പണ്ട് കോളേജ് ഗ്രൗണ്ടിന് സൈഡിൽ നിന്ന് മാവിൻ ചുവട്ടിൽ ചമ്രം പടിഞ്ഞിരുന്ന് മുരളിയേട്ടന്റെ പ്രസംഗം കേട്ടതിന്റെ ഗുണം അല്ലേ? നിന്നെ പോലുള്ള പെൺകുട്ടികൾ 10 പേര് മുന്നോട്ട് വന്നാ ഇന്ന് കേരളത്തിൽ നടക്കുന്ന പല ചൂടുള്ള വാർത്തകളും ഇല്ലാതാവും. അബ്കാരി കോൺട്രാക്ടർ മാത്തച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫായി എന്നെ ക്ഷണിച്ചിരിക്കുക. ഈ അവസരം നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നു. മുതലാളി, വീട്ടിലെ ആവശ്യങ്ങൾക്കും കണക്കും മറ്റും നോക്കാനായിട്ട് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എത്ര നാളായി നിന്നോട് പറഞ്ഞിട്ട്? ഇതുവരെ നിനക്കതിന് കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു. കയ്യോടെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? ഇപ്പൊ വിളിക്കാം. നമസ്കാരം. ഇത് നമ്മുടെ... അതെ, ജോസഫ് ചേട്ടന്റെ മോള് തന്നെ. നല്ല മനുഷ്യനായിരുന്നു ജോസഫ്. എന്ത് ചെയ്യാം, എല്ലാം കർത്താവിന്റെ കയ്യിലല്ലേ. അങ്ങേര് വിളിച്ച അപ്പൊ പോണം. അതിന് ജാതിയോ മതമോ പ്രായഭേദമോ ഒന്നുമില്ല. എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. മാത്തച്ചായൻ സാധാരണ ആ പൂപ്പ അബ്കാരിയൊന്നുമല്ല. നല്ല തങ്കപ്പെട്ട മനുഷ്യനാ, കടുത്ത ദൈവവിശ്വാസി. മോളുടെ പേരെന്താ? സൂസി. സൂസി, വെരി ഗുഡ്. എനിക്ക് മോളെ പോലെ നല്ല സ്മാർട്ട് കേൾവിയാണ് ആവശ്യം. എല്ലാം പറഞ്ഞു കാണുമല്ലോ. യെസ് സർ. സാറെന്നുള്ള വിളി വേണ്ട. സ്നേഹമുള്ളവർ എന്നെ അച്ചായനാ വിളിക്കുന്നത്. അത് സൂസി അങ്ങനെ വിളിച്ചാ മതി. ഇതാ, ഇതിലുള്ള അക്കൗണ്ട്സ് ഒക്കെ നോക്ക്. ഇന്ന് തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ ഡ്യൂട്ടി. ശരി സർ. ഓ, ജോണി, ജോണി. സൂസി, ചായ. ഡാഡിക്ക് ചായ കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ പോവാ. സൂസി, ഡാഡി ഇതുപോലെ തട്ടി വിളിക്കൊന്നും വേണ്ട കേട്ടോ. ആള് മഹാ ഞരമ്പ് രോഗിയാ. ചിരിക്കാൻ പറഞ്ഞല്ല, അതല്ലേ ഇവിടെ ആരും പണിക്ക് നിൽക്കാത്ത. ഹേയ്, എന്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. ഒരു മകളോട് എന്ന പോലെയാ എന്നോട് പെരുമാറുന്നേ. പെടലി വിലക്കം തുടങ്ങിയാ പിന്നെ നോക്കണ്ട. ചായ, ചായ. ഗുഡ് മോർണിംഗ്. എന്താ ചായ? ഒന്നുമില്ല. എനിക്കെന്നേ. ഗുഡ് മോർണിംഗ്. ഇത്ര രാവിലെ എത്തിയോ താൻ? ഇവിടെ ആരും ഇല്ലെന്ന് എനിക്കറിയില്ലേ. അങ്ങനെയാ സ്നേഹമുള്ളവര്. കൊള്ളാം. ചായക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമോ? ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്റെ ഭാഗ്യം. ഇനിയിപ്പൊ മനസ്സിന് തൃപ്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ.
എന്ത് ചായ? ചരിഞ്ഞു കിടന്നിട്ടാണെന്ന് തോന്നുന്നു. കഴുത്തിനൊരു വല്ലാത്ത പിടുത്തം. ഇപ്പൊ വേദനയുണ്ടോ? ആ ജോണി പറഞ്ഞിരുന്നു രാവിലെ ഡാഡിക്ക് ഒരു പെടൽ വേദന പതിവുള്ളതാന്ന്. ആ അങ്ങനെ പറഞ്ഞോ? എന്റെ മാതാവേ, എന്റെ മാതാവേ, അത് പോയപ്പോണ്ടായിരുന്നു ഉണ്ടാവില്ല. ആന്റിയുടെ ഡാൻസ് സൂപ്പർ, അതും ഈ വേഷത്തിൽ. ആഹാ, ഈ പരിപാടി എന്റെ അടുത്ത് വേണ്ട. ബിസിനസ് നമ്മൾ തമ്മിലാ, എന്റെ മോനോടല്ല. പോടാ വെളിയില്. അച്ഛായ, ഞാൻ നീ ഒന്നും പറയണ്ട. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. തെറ്റിദ്ധരിക്കരുത്. നോ, ലാസ്റ്റ് വാണിംഗ്. അല്ലേ ഇത്രയും പെട്ടെന്ന് സൂസി മാത്തച്ചായന്റെ ഒരാളായില്ലേ? അങ്ങനെയൊന്നുമില്ല, മണിയേട്ടന് വെറുതെ. ഓ എന്റെ ദൈവമേ, എന്നെ മണിയേട്ടാന്ന് വിളിക്കുന്ന ഒരാളെങ്കിലും ഈ ആഫീസിലുണ്ടായില്ല. ഹലോ, M&J ഗ്രൂപ്പ്. യാ, ഇല്ല സർ, ഔട്ട് ഓഫ് റേഞ്ച് ആണ്. നിങ്ങളൊരു ഹാഫ് അവർ കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്യേ. ആരുടെയാ ഫോൺ? ബാങ്കിൽ നിന്നാ. ഹലോ M&J, അച്ചായൻ. യെസ് യെസ്, ഓക്കെ. മാത്തച്ചായൻ എത്തുമല്ലേ? എത്തും. എവിടെയോ പോകാനുണ്ടെന്നാ പറഞ്ഞത്. ആ. ഹോട്ടലിന്റെ പ്ലാൻ എടുത്ത് വെക്കാനാ അച്ചായൻ ഇങ്ങോട്ട് വിളിച്ചത്. അതൊന്ന് കെട്ടിയാ ഈ മണിച്ചേട്ടനൊന്ന് രക്ഷപ്പെടും. അതെന്താ അങ്ങനെ? അതോ, സ്റ്റാർ ഹോട്ടൽ പണിയുമ്പോ അതിലൊരു റൂം എന്റെ ഓഫീസായിരിക്കും. വെറുതെ അല്ല മോളെ ഈ മണിച്ചേട്ടൻ മാത്തച്ചായന്റെ പുറകെ നടക്കുന്നത്. ആ ഹോട്ടലിൽ എനിക്ക് ഒരു ഷെയറുണ്ട്. മറ്റുള്ളവർ ലക്ഷങ്ങൾ മുടക്കുമ്പോ എന്റെ മുടക്ക് എന്റെ അധ്വാനമാണ്. പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റിൽ മണിച്ചേട്ടന്റെ പേര് ഞാൻ കണ്ടില്ലല്ലോ. ഏയ്, അത് സൂസി കാണാഞ്ഞിട്ടാ. നോ, ഇതല്ലേ? MJ മാത്തച്ചൻ, രാമലിംഗ ചെട്ടിയാർ, കത്രീന രാജൻ, വൺ മിസ്റ്റർ ലാൽ. മോളെ സൂസി, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിന്റെ സത്യം എന്താണെന്ന് എല്ലാ രേഖകളും നോക്കി നീ എന്നോട് പറയണം. എന്നെ ഒഴിവാക്കാൻ നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും പുറത്തു വരും. അവസാനം ഞാൻ കുറ്റക്കാരിയാവോ? ഇല്ല, അറിയില്ല, പുറത്താരും അറിയില്ല. സൂസിക്ക് എന്നെ വിശ്വസിക്കാം. ഹലോ, യെസ്, വരുന്നു. അച്ചായൻ താഴെ എത്തി. എവിടെയോ പോകാനുണ്ട്. ഞാൻ ചെല്ലട്ടെ. ഞങ്ങളിതിലേ പോയപ്പോ ഒന്ന് വെറുതെ കേറിയതാ. ഹലോ, ആ കയറ്റി വിട്ടേര്, നമ്മുടെ പിള്ളേര് വരും. ഓക്കെ. ഇതാണല്ലേ അച്ചായന്റെ പുതിയ സ്റ്റാഫ്? ഞാൻ കണ്ടിട്ടുണ്ട് സൂസിയെ. അന്ന് പരിചയപ്പെടാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ല.
അതെന്താ? സൂസിയുടെ അപ്പച്ചൻ മരിച്ച സമയമായിരുന്നു. ജോസഫേട്ടൻ എന്റെ ഒരു കസ്റ്റമർ ആയിരുന്നു. വളരെ നല്ല മനുഷ്യനും എന്നെ വലിയ കാര്യമായിരുന്നു. അത് പിന്നെ എല്ലാ കാരണവന്മാർക്കും ചേച്ചി വലിയ ഇഷ്ടമാണല്ലോ. ആ പിന്നെ രാമലിംഗൻ നാളെ എത്തും. 10 ദിവസത്തെ പ്രോഗ്രാമാ. എന്ത് വില കൊടുത്തും അയാൾ സ്ഥലം വാങ്ങും. പാറമടയിലെ തൊഴിലാളികളെ അറിയിക്കാതെയാ ബിസിനസ്. ഒരു സുപ്രഭാതത്തിൽ പണിപ്പീര് നിർത്തി വേലിച്ചാവി സ്ഥലം വിടും. ഇതെല്ലാം ഇവിടെ വന്ന് ചെയ്തിട്ടേ രാമലിംഗം പോകത്തുള്ളൂ. അപ്പോ എല്ലാ ഒരുക്കങ്ങളും വേണോ അല്ലേ? ചെട്ടിയാർ ഇവിടെ വരുന്നത് ആരും അറിയരുത്, പ്രത്യേകിച്ച് മണി. ഇതിൽ അവന്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച സമ്മതപത്രമുണ്ട്. സമ്മതപത്രം. ഓ, എന്ത് സമ്മതപത്രം? ഹോട്ടലുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും പറഞ്ഞ് അന്ന് ഒപ്പിട്ട ബ്ലാങ്ക് മുദ്രപത്രത്തിൽ നമ്മുടെ വക്കീൽ എഴുതി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ. ഓ, അത് ശരി. ആ, ബാംഗ്ലൂരിൽ നിന്നും 1.5 ലക്ഷം ലിറ്ററാ ചെട്ടിയാര് കൊടുത്തുവിടുന്നത്. അണ്ടർഗ്രൗണ്ടിന്റെ പണി പെട്ടെന്ന് തീർക്കണം. അതൊക്കെ ഫിനിഷ് ചെയ്തു. എനിക്ക് മാറാടി റേഞ്ച് വരെ ഒന്ന് പോണം. ഇന്നലെ ഒരുത്തരുടെ കുഴഞ്ഞു വീണിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ആ പ്രസിഡന്റിനെയും മറ്റും കൊണ്ടുപോയി നാട്ടിൽ നാണം കെടുത്തില്ലേ? നീ ആ മാത്തച്ച മുതലാളിയുടെ പുറകെ പട്ടിയെ പോലെ വാലായിട്ട് നടന്നിട്ട് എന്താ കിട്ടിയേ? ദേ ഇങ്ങോട്ട് നോക്കിയേ. ഒരു ദിവസം നിന്നെ പേപ്പട്ടിയെ പോലെ വെടിവെച്ച് കൊല്ലും. അത് തന്നെയാ സംഭവിക്കാൻ പോന്നെ. ആ സദേവാ, ഇപ്പോഴാടാ എനിക്കെല്ലാം മനസ്സിലായത്. എനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും ഞാൻ വിളിച്ചു പോവും. കത്രീനയുടെ വീടിന്റെ പുറകെയുള്ള സ്പിരിറ്റ് സൂക്ഷിക്കുന്ന ഗോഡൌൺ മുതൽ ജെസ്സി എന്ന പാവം പെൺകുട്ടിയെ രാമലിംഗ ചെട്ടിയാർക്ക് കാഴ്ചവെച്ചതുവരെ. അതേടാ, ജെസ്സി അവര് കൊന്നതാ. പ്രേമം നടിച്ച് ജോണിയാ അവളെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് കൊന്നത്. കമോൺ ജോണി. എന്തിനാ ഇങ്ങോട്ട് വന്ന്? പറയാം. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. വരൂ. എന്താന്ന് പറയുന്നേ? ഭാവിയെ കുറിച്ച്. എന്റെ അല്ല, ജോണിയുടെ. സൂസി എന്റെ ഭാവി പ്രവചിക്കാൻ പോന്നെ? അല്ലടാ. ഞാനാടാ നിന്റെ ഭാവി പ്രവചിക്കാൻ പോകുന്നത്. ആപ്പിള് പോലത്തെ മോന്തയം വെച്ച് നാട്ടിലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ച് പിഴപ്പിച്ച് കൊന്ന് കൊക്കെ തള്ളുന്ന നിന്റെ തന്തയില്ലായ്മയാടാ തകർക്കാൻ പോകുന്നത് ഞാൻ. செட்டியார் பேசுறேன். என்னடா என்ன சொன்ன? பாய் மூடா. யாரடா இந்த பெரிய தைரியசாலி? தியேட்டரை மட்டும் சுத்தி கலடா நாய. பாய் மூடா. போன கீழே வச்சு சொன்னது கேளடா. செட்டியார் என்னாச்சு? ஏத்தி வந்த ஸ்பிரிட் கேரளா போலீஸ் முடிச்சாச்சு. அந்த டிரைவர் கஸ்டடியில் இருக்காங்களா? என்னோட சினிமா சாலைக்குள்ளே அண்டர் கிரவுண்ட் போலீஸ் முடிச்சாச்சு. ചെട്ടിയാർ ഒന്നും ഭയപ്പെടണ്ട. ചെട്ടിയാർ ഇവിടെ ഉള്ളത് ആർക്കും അറിയില്ല. ഒരു ഈച്ച പോലും നമ്മുടെ അനുവാദമില്ലാതെ ഇതിനകത്ത് കയറില്ല. ഞാൻ വേണ്ടപ്പെട്ടവരായി ബന്ധപ്പെട്ടിട്ട് വരാം. വെയിറ്റ് പണ്ണുങ്ക. വാടാ. എടുത്ത് കഴിക്കണം.
എന്താണ് ശരിക്കും സംഭവിച്ചത്? വിഷമദ്യമാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ 14 പേര് മരിച്ചു കഴിഞ്ഞു. കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നോ, അത്രയും പേര് അഡ്മിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ശരി, ഡ്രിപ്പ് കൊടുക്കൂ. യെസ് ഡോക്ടർ. നിങ്ങൾ ഇതിനെ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ പറഞ്ഞതെല്ലാം കൊടുത്തായിരുന്നു. കൂടുതൽ പ്രശ്നമാണെങ്കിലേ ജില്ലാ ഹോസ്പിറ്റലിൽ മടക്കി വെച്ചേക്കും. അതാ നല്ലത്. ഇങ്ങോട്ട് കിടത്തിക്കോ സിസ്റ്റർ. ഈ പേഷ്യന്റ് ട്രിപ്പ് എടുക്കാൻ ഏർപ്പാട് ചെയ്യും. വേഗം ആട്ടെ. അങ്ങോട്ട് മാറി മാറി. പുറത്തിറങ്ങിയാലേ അറസ്റ്റ് ഉണ്ടാവും. ചെട്ടിയാൽ ഒരു കാരണവശാലും പേടിക്കണ്ട. പിന്നെ ബോസ്, അവിടെയുള്ള സ്പിരിറ്റ് മുഴുവൻ ടാങ്കറിലേക്ക് ഒഴുക്കിക്കളാ. ഓക്കെ ബോസ്. Come on. നോക്കൂ. അവിടെ നോക്കൂ. അവിടെയൊക്കെ നോക്കൂ. നടക്കും. എല്ലാം ക്ലിയർ ചെയ്തു സാർ. ഞാൻ കണ്ണൂർക്ക് പോകുന്നു. ഒരുമിച്ച് നിൽക്കുന്നത് ബുദ്ധിയല്ല. പിന്നെ മാർട്ടിൻ ബോസ്, എന്റെ ബെഡിനടിയിലെ ടാങ്കും കൂടി തുറന്നു വിട്ടേക്ക്. ഓക്കെ ബോസ്. ഗേറ്റിൽ നാട്ടുകാർ കൂടി ബഹളം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കുറെ കുറച്ചിട്ട് അവര് പൊക്കോളും. ചത്ത് കിടക്കുന്നതിനൊക്കെ ചീഞ്ഞു നാറുന്നതിന് മുമ്പ് എടുത്ത് കുഴിച്ചിടാം. അടിക്കണവനെ. കുഴി തോണ്ട് നല്ലടാ.
നടക്കണേ പുറത്തേക്ക്. നിന്നെ പിടിച്ച് ഞാൻ പുറത്തിറക്കിയത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകൾക്കും അച്ഛനെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാ. ഈ നാടിനെ കണ്ണീരിലാക്കിയ നിനക്ക് അവര് തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങിക്കോ. ഓ മാറി അങ്ങോട്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു.